നോക്കുക നമ്മളെ നെല്ലിക്കുത്തെ സ്കൂളിൽ +2 വരെ പഠിച്ച സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോയതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ അപ്പോൾ സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളത് +2 നെല്ലിക്കുത്തെ സ്കൂളാണ്. അത് വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് എന്തുവരെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കുക. അതത്ര മോശം ഇംഗ്ലീഷൊന്നുമല്ല. അവിടെ പഠിപ്പിച്ചാൽ തന്നെ ലോകത്ത് എവിടെയും പഠിപ്പിച്ചിട്ടുള്ളൂ. അന്ന് നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മളതിൽ വണ്ടിപ്പാഞ്ഞ് നടക്കുന്നു. അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ 5ാം ക്ലാസ് പഠിപ്പിച്ച സാധനങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ വീണ്ടും പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് നോക്കണ്ട. അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മൾ മിഞ്ഞാന്നാണ് കട തുറന്നത്. ഇന്നലെ ഞാൻ കട തുറന്നിരുന്നു. ഇന്നിപ്പോൾ കട അടച്ച് പുറത്ത് ഇറങ്ങി പോവുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് നമ്മൾ കട കൂട്ടി. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് റെഡിയായി സെറ്റപ്പ് ആയിട്ട് 7:30 മണിക്കൊന്നിൻ്റെ ഞാൻ പഴയ ചെയ്തതിന് വർക്കുണ്ട്, അവിടെ തന്നെ പോകണം. അവിടെ നിന്ന് 7 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ ഇന്ന് നാളെ വെള്ളി ശനി ഞായർ തിങ്കൾ അവിടെ വർക്ക് ചെയ്യും. തിങ്കൾ നൈറ്റ് വരെ, പിന്നെ ചൊവ്വ മുതൽ ഇവിടെ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പോണത്. അത്യാവശ്യം നല്ല ടൈറ്റാണ് ഷെഡ്യൂളൊക്കെ. പിന്നെ ഇവിടെ ഏറ്റവും വാല്യൂ ഉള്ളത് സമയത്തിനാണ്. ആ സമയത്തിനെ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ വർക്ക് ചെയ്യണത് ഒരു സെൽഫ് എംപ്ലോയി ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ ഞാൻ ഓളും കൂടെ ഒക്കെ ആകുമ്പോൾ പേപ്പർ വർക്കൊക്കെ നമ്മളെ മൊബൈൽ ഹോൾഡർ വലിയ സ്ട്രോങ് ഇല്ല, അതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ സെൽഫ് എംപ്ലോയി ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യണത്. അപ്പോഴത്തെ ഞാൻ ഫുൾ ടൈമറാണ്. 6 ദിവസമൊക്കെ നമുക്ക് ഡെയിലി വീക്കിലി 6 ദിവസമൊക്കെ നമുക്ക് കണ്ടിന്യൂസ് വർക്ക് ചെയ്യാം. ഒരു ദിവസം മസ്റ്റായിട്ട് ഓഫ് എടുക്കണം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റൂള്. അപ്പോൾ ആ ഓഫൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സെറ്റപ്പ് ആക്കി അങ്ങനെയൊക്കെ മാക്സിമം ഈ സമയം യൂട്ടിലൈസ് ചെയ്ത് കണ്ടാണ് ഇപ്പോൾ ഈ പരിപാടിയൊക്കെ കൊണ്ടുപോകണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ വണ്ടിയിലാകുമ്പോൾ നമുക്ക് ഒരു ക്യാമറ ഇങ്ങനെ ഓണാക്കി വെച്ചുകൊണ്ട് അതിൽ വേണ്ടത് അതിലെടുത്ത് പോവാലോ. അതൊക്കെയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ ഒക്കെ കുറേ ഫസ്റ്റ് അതേമാതിരി കുറേ സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ തുടങ്ങും നാളെ മുതൽ ഞാൻ എന്നും വരുന്നൊക്കെ ഞാൻ കരുതലുണ്ട്. പക്ഷേ അതൊന്നും നടക്കലില്ല. ഇപ്പോൾ തോന്നുന്നുണ്ട് നമുക്ക് വരാൻ കഴിയുന്നു. സമയം കൊണ്ടാണ്. മറ്റേത് പറഞ്ഞാൽ നമുക്ക് കഴിയൂല, സമയം ഉണ്ടാവില്ല, ഒന്നും നടക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒന്ന് ചെയ്യും, പിന്നെ അടുത്ത് ചെയ്യാൻ സമയം എടുക്കും. അങ്ങനെ വെയിറ്റ് ചെയ്ത് അതങ്ങനെ നീണ്ട പോലാണ്. അപ്പോൾ ഞാൻ മാക്സിമം നമുക്ക് ചെയ്യാം. അപ്പോൾ 2ാമത്തെ ദിവസമായപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ സംഗതി എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഉണ്ട്. അത് കണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ സപ്പോർട്ട് മതി. അതിനൊക്കെയുള്ള സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഒരാളെങ്കിലും നല്ലോണം സപ്പോർട്ട് ചെയ്താൽ മതി എനിക്ക് വീഡിയോ ചെയ്യാൻ. അപ്പോൾ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ താങ്ക് യു. പിന്നെ സപ്പോർട്ടിൽ ആ കമൻറ്റിൽ വന്നൊരു കമൻ്റ് ഉണ്ട്. അത് നമുക്ക് ആ കമൻറ്റ് ചർച്ച ചെയ്യാൻ മാത്രം വലിയ കമൻറ്റാണ്. ആ കമൻറ്റ് ഇട്ട ആളും ഓൻ്റെ ചെങ്ങായിയാണ്. അപ്പോൾ ആരാണ് നമ്മളെ ചെങ്ങായിമാർ, എന്താണ് നമ്മളെ ചെങ്ങായിമാർ നമുക്ക് പറയാം. അത് വലിയ വിഷയമായിട്ട് പറയാം നമുക്ക്. അപ്പം നമ്മൾ കഴിഞ്ഞു. ഞാൻ ഇന്ന് കാറായിട്ട് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരേണ്ട വീഡിയോ ആയിട്ട് അതല്ല, ഞാൻ ബസ്സിലാണ് ട്രെയിനിനാണ് പോകണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം. കാറിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻട്രൽ ലണ്ടനിലേക്ക് ഒന്ന് ഓടിക്കാമെന്ന്. പക്ഷേ ഇരുട്ടാണ്. ഞാൻ അവിടെ പോകുമ്പോഴത്തേന് രാത്രി 7 ഒക്കെ ഇരുട്ടാവും. കാണാനൊന്നും വലിയ ഗുമ്പൊന്നും ഉണ്ടാവില്ല. എന്നാലും സെൻട്രൽ ലണ്ടനിലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്. അപ്പോൾ ഇപ്പം നമ്മൾ വീട്ടിലേക്കാണ് പോണേ. കട അടച്ചു. കട കുഴപ്പമൊന്നുമില്ല, സെറ്റായി വരുന്നുണ്ട്. പുതിയ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ഇതുവരെ വരാത്ത ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങൾ പുതിയ ആൾക്കാരാണെന്നൊക്കെ ചോദിച്ച് നമ്മളടുത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ റാത്ത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ബാക്കിയൊക്കെ നമ്മൾ അടുത്ത് നോക്കന്നെ. നടക്കുകയാണെങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ ഇല്ല. അത്രയുള്ള ഇതിലൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കമൻറ്റ് ഇട്ടും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തൊക്കെ എല്ലാവരോടും താങ്ക് യു ഉണ്ട്. അപ്പോൾ നമ്മളിത് വെറുതെ ഒരു പരിപാടിയായിട്ട് കരുതണില്ല. എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തള്ളാണെന്ന് തോന്നരുത്. നമുക്ക് തള്ളാൻ ഭയങ്കര ഉഷാറാണ് ഞാൻ. അപ്പോൾ തള്ളാന്ന് തോന്നരുത്. അപ്പോൾ നമ്മളെ ലൈഫ് തന്നെ പറയാം. നമ്മളൊക്കെ എങ്ങനെ പോകുന്നത് എന്നുള്ള ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഏകദേശം ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരും നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇപ്പോൾ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മളെങ്ങനെ പോകുന്നതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അവിടുന്ന് ഇവിടെ എത്തിയെന്ന് പറയണ ഈ നിൽക്കുന്ന സ്ഥലം അത്ര വലിയ സ്ഥലമായിട്ടൊന്നുമല്ല കേട്ടോ പറയണേ. നമ്മുടെ ഇപ്പോഴത്തെ ഒരവസ്ഥക്ക് വേണ്ടി നിൽക്കുകയാണ്. എന്തായാലും സൗദി തന്നെയാണ് നമ്മളെ സ്ഥലം. തിരിച്ചു പോകണം. അപ്പോൾ ഇപ്പോൾ വന്ന സ്ഥിതിക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്നത് ചെയ്തിട്ടാണല്ലോ നമ്മൾ പോകേണ്ടത്. അതാണ്ട് പണികളാണ് ഈ ചെയ്യണത്.
അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. ഇത് എല്ലാം കൂടി കൂട്ടിക്കുഴപ്പിയിട്ടുള്ളൊരു പരിപാടിയാണ്. കുടുംബവും ഫാമിലിയും ബിസിനസ്സും അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ. അപ്പോൾ മൊത്തത്തിൽ നമ്മളെ ഡെയിലി ലൈഫ് പറഞ്ഞാൽ തന്നെ അതൊക്കെ അതിൽ പെടും. അപ്പോൾ അന്ന് അതേപോലെ കുറച്ചുകൂടി നല്ലൊരു കാര്യം സംഭവിച്ചു. പിന്നെ കുട്ടിൻ്റെ ഇത്തിഹാദ് എയർവേസ് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ 2 മില്യൺ ഫോളോവേഴ്സുള്ള ചാനലാണ് ഇത്തിഹാദ് എയർവേസ്. അപ്പോൾ ഓലൊന്ന് ഓലെ ഇൻസ്റ്റഗ്രാം പേജിൽ ഓലൊപ്പം ഫ്ലൈ ചെയ്ത കുറേ ആൾക്കാർ, ലോകത്തുള്ള പല പല ആൾക്കാരെ കൂട്ടത്തിൽ കുട്ടിൻ്റെ ഫോട്ടോ ഓല് ഷെയർ ചെയ്തു. ഓലൊപ്പം ഫ്ലൈ ചെയ്ത കുറേ ആൾക്കാരുടെ ഇടയിൽ ഓളെ ഫോട്ടോ ഉണ്ട്. ഓളെ കോക്പിറ്റിൽ നിന്ന് എയർ പൈലറ്റിൻ്റെ ഒപ്പം എടുത്ത ഫോട്ടോ ഉണ്ട് ഓല് ഷെയർ ചെയ്തപ്പോൾ കാണുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വാല്യൂ കിട്ടുന്നുണ്ടെന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ഗ്ലാഡ് എന്നൊക്കെ പറയുന്ന വാക്ക് അതിങ്ങനെ ഫീൽ ചെയ്യാം. അപ്പോൾ അത് നിങ്ങളോട് അറിയിക്കുക. കാരണം എല്ലാവരും ഇതിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ അതാകെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ളൂ വീഡിയോ. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം ആദ്യത്തെ ഫ്ലൈറ്റ് പോകുന്ന വീഡിയോ ഒരു ഏകദേശം 500,000 ആൾക്കാർ കണ്ടിരിക്കുന്നു. പിന്നെ അത്യാവശ്യം ആ സമയത്ത് അത് ട്രെൻഡിങ് ആയി അത്യാവശ്യം ലൈക്കൊക്കെ കിട്ടിയ സാധനമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ 3-4 ഫ്ലൈറ്റൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 4-ാമത്തെ ഫ്ലൈറ്റ് ആക്കാരം ഇപ്പോൾ പോയതോട് ആദ്യത്തെ ഫോട്ടോ ആണ്. അപ്പോൾ ഓളും തന്നെ ഒന്നും കൂടി സെറ്റായി. ഓക്കും തന്നെ അതിന് എത്ര ഈസിയാന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഓളും കുറേ പ്രിപ്പയറാണ്, ക്ലിയറാണ്, ഓൾക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓള് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റപ്പായി. അപ്പോൾ അതിൻ്റെ മുന്നേ എടുത്തിന് ഫോട്ടോ അന്ന് എന്താ അറിയില്ല, ആദ്യം പോയെന്ന് ഇവിടെ തിരിച്ചു പോയെന്ന് മോളെടുത്തിരുന്നു. ആ ഫോട്ടോ ഒരു ഇരുട്ട് മൂടിയ ഫോട്ടോ ആണ്, അതിൽ കാണുന്നില്ല. കാരണം ഇവിടെ ഈ സമയത്ത് അന്ന് പുറത്ത് വെയിലില്ലാത്തതുകൊണ്ട്, കാരണം ഫ്ലൈറ്റ് ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്തല്ല നിർത്തിയത്. അപ്പോൾ പുറത്ത് നല്ല വെയിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അടിക്കും. അപ്പോൾ അതുകൊണ്ട് കാണില്ല അന്നത്തെ ഫോട്ടോ. ഇപ്പോഴത്തെ ഫോട്ടോ ഏതായാലും ക്ലിയർ ആയിട്ട് കിട്ടി. ആ ഫോട്ടോ ഷെയർ ചെയ്തു. അപ്പോൾ അത് നിങ്ങളോട് പറയണം. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള ആൾക്കാർ കണ്ടൊക്കെ അവിടെയൊക്കെ ഇട്ടേക്കണേ. യൂട്യൂബിൽ മാത്രം കാണാൻ 1-2 ആളെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ. അപ്പോൾ ഓർക്ക് വേണ്ടിയിട്ട് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തെത്താനായി. ഈ സമയത്ത് നമ്മളെ വീട്ടിലേക്ക് കടിയിൽ നിന്ന് ആകെ ഒരു 10-15 മിനിറ്റിൻ്റെ റണ്ണിങ് ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ ഏരിയ, റെയിൻഹാം എന്ന് പറയുന്ന ഏരിയ. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പോൾ അങ്ങനൊക്കെ റൗണ്ട് അബൌട്ട് എല്ലാവരും നമ്മളെ വലത്തേ സൈഡ് ഇടത്തേ സൈഡിലുള്ള ആൾക്കാർ, അതായത് നമ്മളെ വലത്തേ സൈഡിലേക്ക് നോക്കണം. നമ്മളെ വലത്തേ സൈഡിൽ നിന്ന് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പാടില്ല. അങ്ങനെയാണ് ഇവിടെ റൗണ്ട് അബൌട്ടത്തെ റൂള്. അതെല്ലാവരും പാലിച്ച് ഒരേപോലെ പോകുന്നതുകൊണ്ട് നല്ല ഉഷാറാണ്. റൗണ്ട് അബൌട്ടൊന്നും സീനില്ല, നല്ല സുഖമാണ്. നമ്മൾ തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ എത്തുമ്പോൾ ശ്രദ്ധിച്ച് പിടിക്കാത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ വീടുകൾ നിൽക്കുന്ന ഏരിയ, നമ്മളെ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയാം. ഇതൊരു പുതിയ ഏരിയയാണ്. കുറച്ചായിട്ടുള്ള ഇവിടെ ഈ സാധനം തുടങ്ങിയിട്ട്. ബിൽഡിങ്ങുകളൊക്കെ പുതിയതാണ്. നമ്മളെ വീട് ഇതാണ്, 16-ാം നമ്പർ വീടാണ്. അതാണ് ഇപ്പോൾ നമ്മളെ അഡ്രസ്സ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പോയാണ്ടേ റെഡിയായി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി. ഞാൻ നോക്കട്ടെ, ചിലപ്പം ഇവിടെ വെച്ച് കണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോണത് കൂടി ഇടുന്നുണ്ട്. അപ്പോൾ തന്നെ ചിലപ്പോൾ കുറേ ഉണ്ടാവും വീഡിയോ. അപ്പോൾ നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ വീണ്ടും സെറ്റായി വരും. എല്ലാ കാര്യങ്ങളും മാക്സിമം ഞാൻ പറഞ്ഞുതരാം. ഇവിടേക്ക് വരാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഇന്നലെ ആ വീഡിയോയിൽ 1-2 സാധനങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ റീസൈക്ലിംഗ് കമ്പനി വർക്ക് ചെയ്തതും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ വെച്ചിട്ടാണ്. അതൊക്കെ കുറേ പറയാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇവിടെ വന്നാൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്താൽ എന്തൊക്കെ ഞാൻ കാട്ടിത്തട്ടെ. ഞാൻ പറയണേ എല്ലാവരും എക്സ്പീരിയൻസ് ഒന്നാവില്ല. അപ്പോൾ ചില ആൾക്കാർ നമ്മളിപ്പോൾ ഇതൊക്കെ കാട്ടിക്കൂട്ടി ഫോട്ടോ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ടാവും. ഇതിലാരെ ലൈഫ് സെറ്റായി ക്ലിയറായി പോകുന്ന ആൾക്കാരുണ്ടാവും. നമ്മളിതിപ്പോൾ നല്ല സ്ട്രഗ്ലിംഗ് ടൈമിലാണ്. എന്നാലും പിന്നെ നമ്മളെ എക്സ്പീരിയൻസ് ആൾക്കാരോട് ഷെയർ ചെയ്യാലോ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മളൊന്ന് ഇംഗ്ലീഷിൽ തുടങ്ങും. അവിടെ ഇപ്പോൾ വന്ന 1-2 കസ്റ്റമേഴ്സൊക്കെ നമ്മളോട് സംസാരിച്ചപ്പോൾ ഇംഗ്ലീഷിൽ വ്ളോഗ് ആക്കാനും, അതേപോലെ നമ്മളിപ്പോൾ വർക്ക് ചെയ്യണ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഭയങ്കര രസം തന്നെ. കാരണം നിങ്ങൾക്ക് കേട്ടോക്കാൻ പറ്റുമെന്നല്ല. അപ്പോൾ നമ്മൾ വേറെ ചാനലുണ്ട്, അതിൽ നമ്മൾ ഇംഗ്ലീഷ് അപ്ലോഡ് ചെയ്യാന്നൊക്കെയാണ് ഇപ്പോൾ കരുതുന്നത്.
എൻ്റെ ഇംഗ്ലീഷ് വെറും കോമഡി ആക്കാരം, അത് വേറെ കാര്യം. എന്നാലും ആ ഇംഗ്ലീഷും വെച്ചാണ് നമ്മളെ പിടിച്ചൊന്ന് പോകണം. അപ്പോൾ അതും കൊണ്ട് വീഡിയോയിൽ പറയാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അത്ര മതി. അത് തെറ്റിയാൽ നിങ്ങളൊക്കെ നിങ്ങളോടല്ലോ, ആൾക്കാരോടല്ലോ, മനുഷ്യന്മാരോടല്ലോ പറയണത്, നിങ്ങൾക്ക് ക്ഷമിക്കാലോ. നോക്ക്, നമ്മളെ നെല്ലിക്കത്തെ സ്കൂളിൽ +2 വരെ പഠിച്ച സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോയതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ അപ്പോൾ സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളത് +2 നെല്ലിക്കത്തെ സ്കൂളാണ്. അത് വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് എന്തുവരെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കുക. അതത്ര മോശം ഇംഗ്ലീഷൊന്നും അല്ല. അവിടെ പഠിപ്പിച്ചാൽ തന്നെ ലോകത്ത് എവിടെയും പഠിപ്പിച്ചിട്ടുള്ളൂ. അന്ന് നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മളതിൽ വണ്ടി പറഞ്ഞ് നടക്കുന്നു. അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ 5ാം ക്ലാസ് പഠിപ്പിച്ച സാധനങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ വീണ്ടും പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് നോക്കണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ. എന്നാലും ഞാനേ ഇറങ്ങട്ടെ, തോന്നെ നേരം വർത്തമാനം പറഞ്ഞിരിക്കാൻ സമയമില്ല. നമ്മൾ പരിപാടികൾ തെറ്റും. അപ്പോൾ പണി കഴിഞ്ഞ് ഇത് നമ്മളെ പഴയ ഓക്സ്ഫോർഡ് സർക്കസ് എല്ലാ വീഡിയോയിലും വരുന്ന സ്ഥലം. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ട്രെയിനിലാണ്. അതുകൊണ്ട് തിരിച്ച് ബസ്സിലും ട്രെയിനിലൊക്കെ ആയിട്ട് തന്നെ പോവുക. അപ്പോൾ ആ നേരത്ത് ഭയങ്കര തിരക്കായിരിക്കും ഇങ്ങോട്ട് വരാനുള്ള റോഡ്. അപ്പോൾ നമുക്കതിൽ ഏറ്റവും എളുപ്പം വണ്ടിയിൽ കാറായിട്ട് പോകുന്നില്ലാതെ ട്രെയിനിന് പോകുന്നുണ്ട്. പിന്നെ ഞാനും വൈഫും വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ കാറായിട്ട് പോരും. അപ്പോൾ 2 ആൾ തിരിച്ചു പോകുമ്പോൾ നമുക്കത് മെച്ചമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് നമ്മൾ വണ്ടി കൊണ്ട് ചെയ്യൽ. വണ്ടി കൊണ്ടുവരാനൊക്കെ പറ്റും. വണ്ടി കൊണ്ടുവരാൻ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സെൻട്രൽ ലണ്ടൻക്ക് വണ്ടി കൊണ്ടുവരാൻ. അപ്പോൾ നമ്മൾ ബസ് അതാണ് N60. നമ്മളെ സീറ്റാണ്. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ പോകണം. പരിപാടി കഴിഞ്ഞു. ഇവിടെ ഇപ്പം 4 മണി ഏകദേശമായി രാവിലെ. ഇനി പോയി കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം കണ്ട് 7 വരാം. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ലൈഫ്. ഓടുകയെന്ന് പറഞ്ഞാൽ വണ്ടിയില്ലാത്ത സ്പീഡിൽ നമ്മൾ ഓടണം. അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ലൈഫ്. ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് ഹാർഡാണല്ലോ, അത് അത്ര ഈസി അല്ല. ശമ്പളം പൈസയൊക്കെ നമുക്ക് നല്ലോണം വരും. പക്ഷെ എന്നാലും അത് ചിലവായിട്ട് തന്നെ പോകാനുള്ള ചിലവുകൾ നമുക്കുണ്ട്. ട്രാവല്, റെൻറ്റ് എന്നൊക്കെ പറഞ്ഞ കുറേ ചിലവുകളുണ്ട്. അപ്പോൾ ഏതായാലും ഓടി നോക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന മാർക്കൊക്കെ. നമ്മളെപ്പോഴും ആ മുന്നിലെ സീറ്റിലാണ് ഇരിക്കൽ. അവിടെ നാളായി ലണ്ടനിൽ ഒരു നൈറ്റ് ലൈഫിൽ അല്ലെങ്കിൽ നൈറ്റ് വർക്കൊക്കെ കഴിഞ്ഞ് പോകുന്ന ആൾക്കാർക്ക് ചെറിയ ഓഫീസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും മുന്നിലുള്ള സീറ്റ്. ഇനി അവിടെ ഒഴിയുകയാണ്, അവിടെ പോയിരിക്കുക എന്നൊക്കെ കാണിച്ചത്. അവിടെ ഭയങ്കര സെറ്റപ്പാണ്. അവിടെ ഒരു സീറ്റ് മാത്രമാണ് നമ്മുടെ ഫ്രണ്ടിൽ. ഇങ്ങനെ നമുക്ക് ലണ്ടൻ കണ്ടിങ്ങനെ പോകാം, പ്രൈവറ്റായിട്ട് പോകുന്ന ഫീൽ കിട്ടും. അവിടെ ഇരുന്നുകൊണ്ടാണ് നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ ആളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബാക്കിൽ വന്നിരുന്ന. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ലൈഫ്. അത്ര ഈസി ഒന്നുമല്ല. കുറച്ച് പരിപാടി ഉണ്ട്, മെനക്കിടണം, എന്നെങ്കിൽ തന്നെ നടക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഇവിടെ അങ്ങനെയാണ്. ഒരാളും ഇവിടെ അങ്ങനെ ഒന്നും മെനക്കെടാത്ത ആൾക്കാർ ഇവിടെ ഇല്ല. ഇവിടെ എത്തിപ്പെട്ട ആൾക്കാരൊക്കെ കഴിയണ മാതിരി മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് കൈകാര്യം ചെയ്ത് പോകുന്നതാണ്. ഇതിലേറെ ഈസി ആയിട്ടുള്ള വർക്കുകൾ ചെയ്ത ആൾക്കാർ. ഞാൻ ഇതിലേറെ ഈസി ആയിട്ടുള്ള വർക്ക് ചെയ്തിരുന്ന ആളാണ്. നമ്മൾ ചെയ്യുന്നത് നല്ല ഹാർഡ് വർക്കാണ്. അതിനുള്ള റിസൾട്ട് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ്, ഒരാളൊന്നുമില്ല, എല്ലാവരും അങ്ങനെയാണ്. ഇവിടെ എത്തിപ്പെട്ട എല്ലാവരും പിന്നെ ഇതിന് റെഡി ആവലാണ്. ഞാൻ കണ്ട ആൾക്കാരൊക്കെ ഇതിന് റെഡി ആക്കണൊക്കെ ശരിക്കും ആൾക്കാരൊക്കെ ഉള്ളൂ. 1-2 കേസൊക്കെ ഉള്ളൂ ഇവിടുന്ന് തിരിച്ചു പോയ ആൾക്കാരാണ്. അല്ലാത്തവരൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ഏത് പണിയെടുത്തിട്ടാണെങ്കിലും പിടിച്ച് നിൽക്കാൻ റെഡി ആയിട്ട് ആണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വിചാരില്ലാണ്ട് എല്ലാവരും രക്ഷപ്പെട്ടെ അല്ല. നമ്മൾ വൈക്ക് നോക്കുക, എല്ലാവരും അവനവൻ്റെ വൈക്ക് നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഓക്സ്ഫോർഡ് സർക്കസിലാണ്. സെൻട്രൽ ലണ്ടൻ്റെ സെൻട്രൽ സോണിൽ പെടുന്ന സ്ഥലമാണ് നമ്മൾ താമസിക്കുന്നത്. പിന്നെ
ലണ്ടൻ്റെ ഈസ്റ്റിലെ ഏറ്റവും ലാസ്റ്റ് സൈഡാണ്. ഈസ്റ്റിൻ്റെ ലാസ്റ്റാണ്. പിന്നെ അവിടെ നിന്നില്ല, അവിടെ നിന്നാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ സാധാ സമയത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 1 hour ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിലൂടെ എത്താൻ കഴിയും. കാറിനാണെന്നുണ്ടെങ്കിലും തിരക്കില്ലാത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഇവിടെ എത്താൻ കഴിയും. ഈ സമയത്ത് പോകുമ്പോൾ നമ്മൾ കാറിന് പോകുന്നുണ്ടെങ്കിൽ 45 മിനിറ്റ് മതി, അല്ലെങ്കിൽ 50 മിനിറ്റ് മതി. പക്ഷേ ബസ്സിന് പോകുമ്പോൾ നമ്മളൊരു 5:30 ആവും വീട്ടിലെത്താൻ. 3.5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ വർക്ക് കഴിഞ്ഞാലും നമ്മൾ 5:30 മണിയാവും വീട്ടിലെത്താൻ. 2.5 മണിക്കൂറിൻ്റെ പരിപാടി. അത് രസമാണ്. ഞാനിത് ഇന്ന് കാർ എടുക്കാതെ പോകുന്നതാണ് ഇങ്ങനെ പോരാൻ വേണ്ടി. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഇരുന്നാണ് ഇങ്ങനെ പോരാൻ പറ്റും. വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് നമ്മളെ പണിയൊന്നും നടക്കില്ല. നമ്മൾ ഓട്ടണ്ടേ കയ്യിലെത്തി പിന്നെ നമുക്ക് ഉറക്കം വരുമ്പോൾ ഓർമ്മ ചെയ്യും. ഇതിലാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ മെനക്കെട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ കഴിയുന്നവരൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സ്റ്റോപ്പ് ലണ്ടൻ ബ്രിഡ്ജ് ഉണ്ട്. നമ്മൾ പണ്ട് നോട്ടിക്കുന്ന ചട്ടമല കണ്ട ലണ്ടൻ ബ്രിഡ്ജ് ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ സ്റ്റേഷന്. അവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലണ്ടൻ ബ്രിഡ്ജ് ഒന്ന് പോയി വരാം. ഈ അന്തിക്ക് ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. ചില ആൾക്കാരൊക്കെ ഉണ്ടാവും, ചിലപ്പോഴൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ വേണമെങ്കിൽ പോവാം, പോയിട്ട് ആ കൂടി എടുത്തുകൊണ്ട് നമുക്ക് വരാം. എന്നിട്ട് എന്നാലും നമുക്ക് സമയമുണ്ട് വരെ പോകാൻ. അപ്പോൾ അത്രയ്ക്ക് റിച്ചാണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം ട്രഫാൽഗർ സ്ക്വയറാണ്. അതൊക്കെ ഇവിടുത്തെ ലണ്ടൻ്റെയും ബ്രിട്ടൻ്റെയും ഒക്കെ ചരിത്രത്തിൽ ഭയങ്കര പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് ഈ ലണ്ടൻ ബ്രിഡ്ജ്. അതേപോലെ ഈ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും അങ്ങനെ പഴമനായിട്ട് ഭയങ്കര കൊടുത്തുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം, എല്ലാവർക്കും കാണാൻ കിട്ടും. ഇതൊക്കെ യൂട്യൂബിൽ അടിച്ചാൽ അതൊക്കെ സാധനം കിട്ടും. പക്ഷേ നമ്മൾ കാണുന്ന രീതിയുണ്ടല്ലോ, നമ്മൾ മലപ്പുറത്താരും മഞ്ചേരിക്കാരനൊക്കെ നോക്കുമ്പോൾ നമ്മളെങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ള രീതിയുണ്ട്. അതിൽ ഇതിൻ്റെ വേർഷന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നോക്കിയാലും നമുക്ക് ലണ്ടൻ ബ്രിഡ്ജ് ഒന്ന് പോയി നോക്കാം. ലണ്ടൻ ബ്രിഡ്ജ് ബ്രിട്ടീഷുകാരുടെ ബ്രിഡ്ജാണ്. 100 കൊല്ലം പഴക്കമുള്ള, 100 കൊല്ലം തോന്നുന്നുണ്ട്, 900 സംതിങ്ങിലൊക്കെയാണ് വർക്ക് ആൾക്കാർ പോലും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. മീൻസ് അത് വർക്കിംഗ് ആയതെന്ന് തോന്നുന്നുണ്ട്. അതിന് മുന്നേ വർക്ക് സ്റ്റാർട്ടാക്കിയത്. ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ മുമ്പിലൊരു പാലം ഉണ്ടാക്കിയാണ്. ബ്രിട്ടീഷ് പാലം പറഞ്ഞൊരു പാലം ഞങ്ങളുടെ നാട്ടിൽ പാലത്തിൻ്റെ. അപ്പോൾ ആ പാലത്തിൻ്റെ ചോട്ടിലൊക്കെ ഞങ്ങൾ മണൽ ഒരു ഇതാക്കി നടന്ന സമയത്തൊന്നും നമ്മളൊരിക്കലും ഗതിയില്ല. നമ്മൾ ഇവിടെ വന്നാണ്ട് ലണ്ടൻ ബ്രിഡ്ജൊക്കെ കാണുന്നു. അപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കണ്ടത് മാത്രമല്ല, പോണ വഴിക്കുള്ള സ്വപ്നങ്ങൾ പിന്നെ നമുക്ക് ഉണ്ടാക്കാം. അല്ലാതെ നമ്മൾക്ക് സ്വപ്നം കണ്ട് നടന്നോന്നല്ല. ഇത് കരുതി ജീവിച്ച ആൾക്കാരൊന്നല്ലല്ലോ. ഇപ്പോൾ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിൽക്കണമാർക്ക് നമ്മൾ പറ്റുന്ന മാക്സിമം നിൽക്കുകയെന്നുള്ളൂ. അപ്പോൾ ഇതൊന്നും അത്ര പ്രീ പ്ലാൻഡ് ഒന്നല്ല. നമുക്കറിയാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നല്ലതാണെന്നുള്ളത് അറിയാം. പക്ഷേ അതിനത്ര പ്രീ പ്ലാൻഡ് ഒന്നും ആയിരിക്കില്ല. താങ്ക് യു. ഇതാണ് ടവർ ഹില്ല് പറഞ്ഞ സ്ഥലം. ഇവിടെയാണ് നമ്മളൊക്കെ നോട്ടിക്കുമ്പോൾ കണ്ട ലണ്ടൻ ബ്രിഡ്ജ്. ഈ പാലസിൻ്റെ ബാക്കിലാണ്. ഒരു പഴയ കൊട്ടാരമാണ്. ഈ കൊട്ടാരത്തിൽ വേറെ കാര്യം പറയേണ്ടത്, കൊട്ടാരത്തിൽ വളർത്തുന്നൊരു കിളിയുണ്ട്. ആ കിളി നമ്മുടെ നാട് ഒരു വേലയ്ക്ക് കൊടുക്കാത്ത കിളി. കാക്കനെ വളർത്തുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന രാജാവോ രാജകുമാരനൊക്കെ കാക്കനെ വളർത്തുന്ന അയാളെ പെറ്റേനു കാക്കാന്ന് പറഞ്ഞു. നമ്മൾ റോഡൊക്കെ വിലം കുറിച്ചാണ് സ്ഥലം. അയാളെ പെറ്റേനു കാക്കാന്ന് പറഞ്ഞു. അപ്പോൾ കാക്ക ഒരു രാജാവിൻ്റെ പെറ്റാണെന്നുള്ളത് ഞാൻ എവിടെയും വേറെ നമ്മുടെ നാട്ടിൽ കേട്ട കഥകളോ അല്ലെങ്കിൽ കഥയിൽ വരെയും ഞാൻ കേട്ടിട്ടില്ല. ഇനി അതിൽ ഞാൻ കേൾക്കാത്ത കഥ ഉണ്ടാവട്ടോ. അപ്പോൾ അങ്ങനെ കാക്കയ്ക്ക് ഭയങ്കര പ്രാധാന്യമുള്ളൊരു കൊട്ടാരമാണത് നമ്മുടെ വലത്തേ സൈഡിലുള്ളത്. ഇത് ശരിക്ക് ടവർ ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷെ ഇതിനെയാണ് ഇപ്പോൾ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയൽ. ലണ്ടൻ ബ്രിഡ്ജ് ശരിക്കുള്ള ലണ്ടൻ ബ്രിഡ്ജ് കുറച്ച് അപ്പുറത്തുണ്ട്. അത് സാധാ ഒരു പാലമാണ്.
അതിനത്ര വലിയ ഇങ്ങനെയുള്ള സെറ്റപ്പൊന്നുമില്ല. ഇത് നമ്മുടെ നാട്ടിൽ തോന്നില്ലാത്ത സർവീസ് ആട്ടോ. ഇനി ബാംഗ്ലൂരും ഡൽഹിയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല. ഇത് ടാപ്പ് ചെയ്ത് കണ്ട് ഫോൺ ടാപ്പ് ചെയ്ത് നമ്മൾ കാർഡ് ടാപ്പ് ചെയ്തുകൊണ്ട് 1.5 മണിക്കൂറിനോ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് 1 മണിക്കൂറൊക്കെ ഓടാം. കുറേ സ്ഥലം പോകാൻ പറ്റും, കാറിൽ സ്പീഡിൽ പോകാൻ പറ്റും. അത് നല്ല പരിപാടിയാണ് ഇവിടെ. അത് നമ്മുടെ നാട്ടിലെവിടെയും കണ്ടിട്ടില്ല. അത് കൊച്ചിയിലൊക്കെ പറ്റുന്ന കണ്ടീഷൻ ഉണ്ട്, പറ്റും. കാരണം കൊച്ചിക്ക് സിറ്റിയല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ കൊട്ടാരം. ഈ കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ട് അതിന് അന്ന് ഈ പാലുണ്ടാക്കിന്. പാലുണ്ടാക്കിയ കാലമൊക്കെ പറഞ്ഞാൽ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം വേറൊരു രാജ്യനും ഈ നിൽക്കുന്ന സ്ഥലം വേറൊരു രാജ്യനും. അപ്പോൾ ആ കാലത്ത് പ്രശ്നങ്ങൾ അന്നത്തെ കാലത്തെ കാര്യം പറഞ്ഞത്. പാലുണ്ടാക്കുന്ന കാലമല്ല, അതിൻ്റെ മുന്നേ ഈ കൊട്ടാരമൊക്കെ ഉണ്ടാകുന്ന കാലത്ത് ഇതൊരു രാജ്യം, ഞാൻ നിൽക്കുന്നത് SX പറയുന്നത് വേറൊരു രാജ്യമാണ്. SX ഒരു രാജ്യമാണ് അന്നത്തെ. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ് അറിയണത്. ഇത് വെസെക്സിലൊക്കെ പെട്ട സ്ഥലമാണ്. അതൊക്കെ മറ്റേ വൈക്കിങ്സ് കണ്ട് അതിൽ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഈ കൊട്ടാരത്തിലാണ് ഇവിടുത്തെ രാജാവോ രാജകുമാരനൊക്കെയാണ് കാക്കനെ വളർത്തിയത്. ആ കാക്കനെ ഇപ്പോഴും അവിടെ വളർത്തുന്നുണ്ട്. കാക്ക ഇവിടെ ലണ്ടനിലുണ്ട് കേട്ടോ. കാക്ക ഞാൻ റിയാദിൽ ജീവിച്ച സമയത്തൊന്നും കാക്കനെ കാണാനില്ല. ഇവിടെ കാക്കുണ്ട്. അപ്പോൾ കാക്കയ്ക്ക് കുറച്ച് പ്രാധാന്യം കൂടിയത് കൊട്ടാരമാണ്. തണുപ്പുണ്ട്, 4 ഡിഗ്രിയോ 5 ഡിഗ്രിയൊക്കെ തോന്നുന്നുണ്ട്. രാവിലെ ഇട്ടിന് ജാക്കറ്റല്ല, രാത്രി നമുക്ക് പോകണമെങ്കിൽ വേറെ ജാക്കറ്റ് ഇടണം. അപ്പോൾ നമുക്ക് വലിയ ജാക്കറ്റ് ഇട്ട് ഇറങ്ങിയത്. നല്ല തണുപ്പാണ്. ആൾക്കാർ ആ സൈക്കിളിലേക്കാണ് പോകുന്നത്. ഇത് വേണ്ട ഇതിൻ്റെ സ്റ്റോപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയാണ്ട് നിർത്തിയാണ്ട് നമുക്ക് അവിടെ നിന്ന് വേറെ വണ്ടിക്ക് പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. അടുത്ത ആൾ വന്ന് അവിടെ നിന്ന് എടുത്ത് പോകും. ചാർജ് കഴിയണ വണ്ടിയാൾ വന്നുകൊണ്ട് കൊണ്ടുപോകാൻ അതിന് ഡ്രൈവർമാർ വണ്ടിയായിട്ട് നടക്കുന്നുണ്ട്. ഒരു വണ്ടി മാറ്റി വെച്ച് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ അടിപൊളി സർവീസാണ്. പലതും ഉണ്ട്. യൂബറിൻ്റെ വരെ ഉണ്ട് സൈക്കിളുകൾ. കൊട്ടാരം പോലെയാണ് പാലുണ്ടാക്കി. എന്നും അതിന് അത്ര വില ഉണ്ട് പറയുമ്പോഴേ അപ്പോൾ വല്ലാത്തൊരു സെറ്റപ്പ് ആക്കിയാലായി വലുത്. അടിപൊളിയാണ്. അന്ന് തന്നെ അതിൻ്റെ സെൻറ്റർ പൊന്തും. കപ്പൽ പോകുമ്പോൾ കപ്പലായിക്കൂടെ പോവും. അതിപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ. കാണുന്നൊക്കെയാണ് ലണ്ടൻ്റെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ഒരു കണ്ണായ സ്ഥലത്തുപ്പെട്ട സ്ഥലമാണ്. ലണ്ടൻ്റെ മെയിൻ സെറ്റപ്പ് ബിൽഡിങ്ങുകളും വ്യൂ ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അതേപോലെ ലണ്ടൻ ബ്രിഡ്ജ്, അങ്ങനെ ഭയങ്കര പേര് കേട്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. ലണ്ടനിൽ തന്നെ ലണ്ടൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇതിൽ ഈ പുഴൻ്റെ പേരാണ് തേംസ് നദി എന്നാണ് ഇതിൻ്റെ പേര്. ഇതിലെ കപ്പലൊക്കെ പോകാനുള്ള ആയുണ്ട് ഈ സാധനത്തിന്. ഇത് കുഴിച്ചുണ്ടാക്കിയതാണെന്നൊക്കെ പറയണേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് കുറേ സ്ഥലത്ത് കൊണ്ട് പോകുന്നുണ്ട്. UK ഇംഗ്ലണ്ട് എന്ന രാജ്യത്തിൻ്റെ പല സ്ഥലത്തു കൂടിയും ഈ തേംസ് പോകുന്നുണ്ട്. കുറേ സ്ഥലത്തു കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൽ വെട്ടിച്ചുരിച്ച് കൊണ്ടുപോയിക്കാണെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും അതിലെ ബോട്ടിൽ പോകുന്ന ആൾക്കാരുടെ ലൈഫുണ്ട്. അത് നമുക്കൊരു ദിവസം പോയി എടുക്കാം. അതിൽ കൂടെ ബോട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ബോട്ടിൽ താമസിച്ച് ബോട്ടായിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിലുള്ളിൽ കൂടെ ഒക്കെ പോയി അങ്ങനെയൊക്കെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. നമ്മൾ കൊട്ടാരം
ഇത് നമ്മളെ പാലം, ലണ്ടൻ ബ്രിഡ്ജ്. അങ്ങോട്ട് പോയാലും ഇതേപോലെ തന്നെയാണ് കാണാൻ. അതിൻ്റെ സെൻറ്ററിലാണ് പൊന്തിണത്. നല്ല തണുപ്പുണ്ട്. ഞാൻ അപ്പോൾ അതൊക്കെ തിരിച്ചു പോയിട്ടേ സ്റ്റേഷനിക്ക് പോട്ടെ. നല്ല തണുപ്പാണ്. ഇതിങ്ങനെ തന്നെ ഇങ്ങനത്തെ ഒരു 4, 5, 6 തൂണൊക്കെ ഉണ്ടാവും. സെൻറ്ററിൽ ഇത് പൊന്താനുള്ള 2 ഭാഗത്തേക്കും പൊന്താനുള്ള സെറ്റപ്പും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യം. രാത്രിയുള്ള മെച്ചം എന്താ വെച്ചാൽ പകലാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരെ കയറും. ഇതിപ്പോൾ നമ്മൾ ഒറ്റക്കാണ്, അതുകൊണ്ട് നമുക്ക് വണ്ടി മറിക്ക് വീട്ടെടുക്കാം. മറ്റേ ആൾക്കാരിങ്ങനെ നമ്മളെ ഫ്രെയിമിൽ കൂടെ ഇങ്ങനെ നടക്കും. ഓൽക്കൊരു ഗതിയിടാവില്ലേ, നമുക്ക് കുഴപ്പമില്ലെങ്കിലും. അപ്പോൾ അതാണ് കൊട്ടാരം. അതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കരുത്, പേരറിയില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ കഥ അറിയാം. ആ കാക്കൻ്റെ കഥ ഈ കൊട്ടാരത്തിലാണ്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ വെച്ച് നടന്നുണ്ട്. നമ്മളെ ആദ്യത്തെ ട്രെയിൻ അതാണ്. ഇതിനെ പോയിട്ട് 5:10 അടുത്ത സ്റ്റേഷനിൽ വേറെ ട്രെയിനുണ്ട്. അതിന് കയറിയിട്ട് വീട്ടിൽ പോവാം. ഇതാണ് നമ്മുടെ ട്രെയിൻ. നമ്മുടെ ഏരിയക്ക് പോകുന്ന C2C എന്ന് പറഞ്ഞ ട്രെയിനാണ്. 4 ഡിഗ്രിയാണ് തണുപ്പ്. അപ്പോൾ ട്രെയിനൊക്കെ വലിയ ഹീറ്ററൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി നിർത്തിയത്. അപ്പോൾ നമ്മൾ ആ തണുപ്പൊക്കെ ഒന്ന് നടന്നു വന്ന് കയറിയിട്ട് നല്ല ചൂട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പെരേക്ക് പിന്നെ ഈ സമയത്തൊക്കെ ഒരു 2:35 ഇവിടുത്തെ പൈസ. അതായത് നാട്ടിലൊരു 235 റുപ്യ ഈ സമയത്ത് കൊടുക്കണം. അതിന് മുന്നേ നമ്മൾ ഇങ്ങോട്ട് വന്ന ബസ്സിന് ഒരു 145 ഒക്കെ കൊടുക്കണം. 145 1 മണിക്കൂർ എത്രയും പോകണം. അപ്പോൾ ട്രാവലിന് ഇതേപോലെ നല്ല ചിലവാണ്. ഒരു ദിവസം എന്തായാലും നമ്മൾ പിന്നെ ട്രെയിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 8-9 പൗണ്ടൊക്കെ ഡെയിലി കാണണം. അതായത് ഒരു 1000 രൂപയോളം നമ്മൾ കാണണം ട്രാവലിന് മാത്രം. പിന്നെ അതിൻ്റെ പുറത്ത് ഇതേപോലെ നമ്മൾ താമസിക്കുന്ന റെൻ്റ്, ഇതൊക്കെയാണ് ഇവിടുത്തെ വലിയ എക്സ്പെൻസുകൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്ത് ആൾക്കാർ പോകണതും. ഇവിടെ നിന്നാലും ആൾക്കാർ പിടിച്ചു നിൽക്കുന്നത് എന്താ അറിയില്ല. ഇവിടെ നല്ല തണുപ്പാണ്, ചൂട് കുറവാണ്. അതൊക്കെ ഒന്ന്. പിന്നെ എന്താ വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ നാട് കേരളത്തിൽ ഞാനിപ്പോൾ താമസിക്കുന്ന എൻ്റെ ഏരിയ മലബാറൊന്നും വിട്ട് കണ്ട് മാറാൻ മാത്രം. അതിപ്പോൾ എങ്ങനെയാലും അവനാൻ്റെ നാട് വിട്ടുകൊണ്ട് വേറെ സ്ഥലത്തിന് തോന്നാൻ ചാൻസ് ഇല്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഇവിടെ ഉള്ളവർക്ക് വളരെ സ്ഥലം സെറ്റപ്പ് ആക്കാരം. ഇവിടെ മോശമൊന്നുമില്ല, ഇവിടെ അടിപൊളിയാണ്. നമുക്ക് എപ്പോഴും നമ്മളതാക്കാറില്ല വലുത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജീവിതങ്ങൾ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ജീവിച്ച് പോകാം. ഞാൻ അതേമാതിരി ഏകദേശം ലണ്ടൻ്റെ ഒരു വളവും വ്യൂ കൂടെ ആയിട്ട് അതിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാറത്തെ വീഡിയോ ഇതേമാർക്കത്തെ വീഡിയോ ഒക്കെ പാടായിട്ട് നിങ്ങളും കണ്ടോളേ. നമ്മളെന്താ കാട്ടണം, എങ്ങനെ കാട്ടണം എന്നൊക്കെ ഞാൻ കാട്ടിത്തരാം. കാണാമല്ലോ. ആർക്കെങ്കിലും കൂടെ വരേണ്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 1.5 കൊല്ലം കൊണ്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് വർക്ക് നോക്കേണ്ടത്, ഏത് രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളാണ്, എന്നിട്ടും ഞാൻ റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ കാരണങ്ങളുണ്ട്. ലൈസൻസ് എടുത്തുകൊണ്ട് നമ്മൾ ഡ്രൈവറായാൽ കിട്ടുന്നില്ലാതെ, അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നല്ല പൈസ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവർ ആവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പറയാം. വർക്ക് എവിടെ, ഏത് ഏരിയയിൽ വർക്ക് എടുക്കണം, എങ്ങനെയുള്ള കടയിൽ വർക്ക് എടുക്കണം എന്നൊക്കെ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എത്ര വരെ നമുക്കൊരു മണിക്കൂറിന് നമ്മളെ ഒരു സാധാരണക്കാരന് ഇവിടെ കിട്ടും എന്നുള്ളത് ചാൻസ് എപ്പോഴും കിട്ടൂല. അത് ഇതേമാതിരി പീക്ക് സമയത്തൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ ഇവിടെ വന്ന് നിന്നാണ്ട് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ഷെയർ ചെയ്തെടുത്തോളി. നമ്മളെ എക്സ്പീരിയൻസ് പറയാം.
എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഈ ഒരു 3 കൊല്ലത്തെ ഞാൻ പോയ വഴിക്ക് ഞാൻ കണ്ട എക്സ്പീരിയൻസ് അത് എല്ലാവർക്കും അത് തന്നെ ആവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ വരണ്ടി. അപ്പോൾ ഇനി പേരിൽ പോയി കിടന്നുറങ്ങട്ടെ, വൈകുന്നേരം ഇങ്ങോട്ട് തന്നെ പോകണം. അതേമാതിരി അടുത്ത ഏതെങ്കിലും സാധനമായിട്ട് വരണ്ടേ. അപ്പോൾ എന്താ ഇവിടെ ഗുഡ് മോർണിംഗ് ആണ്. അപ്പോൾ എല്ലാവരോടും ബായ്, അടുത്തേക്ക് കാണാൻ.